വൻ തീപിടുത്തം ഒഴിവായത് ഏതോ ഭാഗ്യം കൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഞെട്ടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ അടുപ്പ് കത്തിച്ചിട്ടപ്പോൾ 2 ദിവസമായി. പക്ഷേ ഈ തീ എങ്ങനെ ഇവിടെ വന്നു? നോ ഐഡിയ. കാരണം ഞങ്ങൾ ചാമ്പലൊക്കെ വാരി വെക്കുന്ന ഒരു ചാക്കായിരുന്നു. പക്ഷേ ഈ ചാക്കിന് ഇത്രയും തീ ഞാൻ ഒന്ന് ഊതി കാണിക്കാം. ഈ ചാക്കിനകത്ത് ഫുള്ള് കനലാണ്. ഇത് ഇന്നോ ഇന്നലെ കത്തി തീയൊന്നും അല്ല, 2 ദിവസം മുമ്പെങ്ങാണ്ട് കത്തിയത്. ഇത് എങ്ങനെ കത്തിയെന്ന് നോ ഐഡിയ. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അഭിപ്രായം. കാരണം ഇതിന് അടുത്തായിട്ടേ ഒരു ഓയിൽ ക്യാൻ ഇരുന്നായിരുന്നു, ചെറിയൊരു ഓയിൽ ക്യാൻ. ആ ഓയിൽ ക്യാൻ ഇപ്പോൾ തീയേറി പിടിച്ചപ്പോഴത്തേക്ക് ചൂടടിച്ച് ചെറിയ ലീക്ക് വന്നപ്പോഴത്തേക്കാണ് ഇത്രയും പുക വന്നത്. അല്ലെങ്കിൽ ഈ പുക വന്നില്ലായിരുന്നെങ്കിൽ ഇത് അറിയത്തില്ല. കണ്ടോ, ഈ അടുപ്പ് 2 ദിവസമായി ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതിനകത്ത് ഇതെങ്ങനെ തീ വന്നു എന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ നോക്കി ഇവിടെ മൊത്തം പോകും. ഇത് എവിടെ നിന്ന് വരുന്നോ അങ്ങനെ വന്നു നോക്കിയപ്പോഴാണ് ഈ കാണുന്നൊരു കാഴ്ചയാണ്. ഞാൻ ഒരു കമ്പിട്ടിളക്കി കാണിച്ചു തരാം. ഉണ്ടോ, ഈ ചാക്കിനകത്തുണ്ടോ? എന്നാ ചൂട് നോക്കേ. നമ്മൾ അലക്ഷ്യമായിട്ട് അശ്രദ്ധയായിട്ട് ചെയ്യുന്ന ചില സമയങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടോ. നമ്മൾ ഈ ചാക്കിന് മുകളിലുണ്ടോ, ഇത് നമ്മൾ മേളിൽ കൂടെയാണ് വേസ്റ്റ് വാരി ഇടുന്നത്. കണ്ടോ, ഇവിടെ അങ്ങാണ് ഒരു തീയോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണാനില്ല. പക്ഷേ തീയുടെ കനൽ കണ്ടോ ഈ ചാക്കിനകത്ത്. കണ്ടോ, ഫുള്ള് തീയത്. ഞാനത് വെള്ളം കോരി ഒഴിച്ച് തവിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. പക്ഷേ ഇതൊരു ഇൻഫർമേഷൻ പല ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വെറും നമ്മൾ അടുക്കള സൈഡിലൊക്കെ ഇതുങ്ങൾ അടുക്കള പുറത്തായതുകൊണ്ടാണ്, ഒരു അടുപ്പ് കത്തിക്കുന്ന പുറത്തായതുകൊണ്ടാണെങ്കിൽ ഇത് കണ്ടില്ലേ. ഇന്ന് രാത്രി കേട്ടോ, ഇരുട്ടായി കഴിഞ്ഞു. ഒരു ഏകദേശം 11 മണി കഴിഞ്ഞു. ഞങ്ങളിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം തീ കീറി പിടിക്കും. അറിയത്തില്ല. ചില സ്ഥലങ്ങളിൽ ചില കടകളിലൊക്കെ കയറി കത്താറില്ലേ. ഇതൊക്കെയാണ് മെയിൻ കാരണം. നമ്മളൊന്നും അറിയത്തോമില്ല. കണ്ടോ, ഈ അടുപ്പ് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് 2 ദിവസമായുള്ള ഉള്ളത് തന്നെയാണ്. ഉണ്ടെങ്കിൽ തന്നെ മേളോട്ടാണ് ഈ വേസ്റ്റ് വാരി, കണ്ടോ ചാമ്പലൊക്കെ വാരി മേളോട്ട് നിറയ്ക്കുന്നത്. പക്ഷേ തീ കണ്ടോ, ഇതിനകത്ത് ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് കത്തിച്ച തീ ആയിരിക്കും. അല്ല, നമ്മൾ എന്തോ പറഞ്ഞേ, അടുപ്പുണ്ടല്ലേ, ഒരാഴ്ചയ്ക്ക് മുമ്പ് ചിലപ്പോൾ വാരിയിട്ട കനലിനകത്ത് അല്ല ഈ ചാമ്പലിനകത്ത് ചിലപ്പോൾ ഒരു ചെറിയൊരു കനൽ ഉണ്ടായിരിക്കാം. ആ കനൽ അവിടെ കിടന്ന് നീറി കത്തിയതാണ്. കണ്ടോ, ഇത് പെട്ടെന്ന് അണയത്തില്ല. കണ്ടോ, അകത്തുനിന്ന് കണ്ടോ, കണ്ടോ. ഈ ഇരുന്ന ഓയിൽ ക്യാനുണ്ടോ, ഈ ഒരു ഓയിൽ ക്യാനാണ് ടിന്നാണ്. ആ ടിന്ന് ഈ സൈഡിൽ ഇരുന്നായിരുന്നു. പക്ഷെ അതിനകത്തോട്ട് ചെറിയ തീ പിടിച്ചപ്പോഴത്തേക്ക് ഓയിൽ ലീക്കായപ്പം ഇവിടെ മൊത്തവും പുകയായി. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇത് തീ ഉണ്ടെന്ന് വരെ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ അറിയത്തോലുമില്ല. ഉണ്ടോ, ഈ വെള്ളം കോരി ഒഴിക്കാം. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും വൻ തീപിടുത്തമൊക്കെ ഉണ്ടാവും. നമ്മൾ അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയും ഇന്ന് ഞങ്ങൾ തീ കത്തിച്ചില്ല, ഇന്നലെ കത്തിച്ചില്ല. പക്ഷേ ഇത് എങ്ങനെ തീ വന്നുള്ള തെളിവ് ഇതാണ്. ഇട്ടതിക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ചെറിയൊരു പീസ് മതി. ഈ കിടന്ന് ഈ ചെറിയൊരു കനൽ മതി. ഇതിനകത്ത് കിടന്ന് ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തായിരിക്കും ഇത് കത്തി വലിയൊരു തീയായി മാറുന്നത്. എന്നിട്ട് വൻ ദുരന്തമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുന്നത്. ഇവിടെ വലിയ പ്രശ്നം പറ്റില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ കാണുന്നതൊക്കെ സാധനങ്ങൾ തീ പിടിക്കുമായിരിക്കും. അടുക്കളയിൽ വേസ്റ്റൊക്കെ വാരി പലയിടത്തും വെച്ചിരുന്നുണ്ടോ, ഇവിടെയൊക്കെ തീ പിടിക്കുമായിരിക്കും. പക്ഷേ ഇതിൽ നിന്നും അങ്ങോട്ടൊക്കെ പറന്നായിരിക്കും ബാക്കിയെല്ലാം പിടിക്കും. ഇവിടെ ആളില്ലെന്നുള്ള അവസ്ഥ ഒക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കണക്കായിരിക്കും പല കടകളിലായാലും എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് അണയണമെന്ന് നിർബന്ധമില്ല. കണ്ടോ.